മണിക്കൂറോളം നീണ്ട നിരയിൽ കാത്തു നിന്ന് ഗുരുവായൂരപ്പനെ കാണുമ്പോൾ വിഷമങ്ങളും പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? എന്നാലോ ആ തിരുസന്നിധിയിലെത്തി ഭഗവാനെ കാണുമ്പോഴേക്കും മനസ്സിൽ പറയാൻ കാത്തു വെച്ചത് എല്ലാം മറന്നു പോകും. കൃഷ്ണ, ഗുരുവായൂരപ്പാ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കള്ള കണ്ണനല്ലേ, മായാജാലക്കാരൻ്റെ മായ, അല്ലാതെ എന്താ? ആ തിരുസന്നിധിയിലെത്തിയാൽ മാത്രം നമ്മളെല്ലാം മറക്കും. നമ്മുടെ മനസ്സ് മുഴുവനും മനപാഠം അറിയുന്ന കണ്ണന് എന്തിനാ വാക്കുകൾ, അല്ലേ? അപ്പോൾ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാ അവിടം വരെ പോകുന്നത്? ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, നമുക്കറിയാം. എന്നാലും ഗുരുവായൂർ അമ്പലമുറ്റത്ത് കാലു കുത്തുമ്പോൾ മനസ്സിൽ വീഴുന്ന ആ ഒരു കുളിർമ നമ്മളെ നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും തന്നെ മോചിപ്പിക്കുന്ന ഒരു അനുഭവമാണത്. ആ അമ്പലമുറ്റത്ത് എത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട്. മനസ്സറിയാതെ ശാന്തമാകും. ഒരു സമാധാനം, എല്ലാ വേദനകളും മാഞ്ഞു പോകും പോലെ എന്തെന്നില്ലാത്തൊരു ശക്തി ലഭിക്കും. അത് നമ്മുടെ ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കും. അതാണ് ഭക്തിയുടെ നിറവ്, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ശക്തി. അവിടെ വാക്കുകൾക്ക് അർത്ഥമില്ല, ചോദ്യങ്ങൾക്ക് സ്ഥാനവുമില്ല. ഹൃദയം നിറഞ്ഞ് കൃഷ്ണ, ഗുരുവായൂരപ്പാ എന്നൊരു വിളി മാത്രം മതി. സർവം കൃഷ്ണാർപ്പണമസ്തു.